വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയായ ഉത്തരം ലഭിച്ചു, എത്ര മാർക്ക് ലഭിച്ചു എന്ന് താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് തെറ്റായ പ്രസ്താവന? ഇത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. അതായത് ബ്രെയിൻ സ്റ്റോമിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഇതൊരു പ്രശ്നാധിഷ്ഠിത രീതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാത്തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം എന്നാണ് വിലയിരുത്തപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ബ്രെയിൻ സ്റ്റോമിങ് അത് ചെയ്യുന്നത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണിത്. ഒരു പ്രോബ്ലം തന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നതാണ്. ഒരു പ്രശ്നം സംബന്ധിച്ച് എല്ലാത്തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു, അതും ശരിയായ കാര്യമാണ്. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു, അതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ബാക്കി 3 കാര്യങ്ങളും ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിനെ സംബന്ധിച്ച് പറയുന്ന ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്തുവെച്ച മനഃശാസ്ത്രജ്ഞൻ. പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്തുവെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ക്ലാസ് നോട്ടുകളും തന്നിരുന്നു. കിട്ടിയില്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്കത് ലഭ്യമാണ്, ചെക്ക് ചെയ്യുക. സ്കിന്നർ. പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്തുവെച്ച മനഃശാസ്ത്രജ്ഞനാണ് സ്കിന്നർ. പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് ഏത്? പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് ഏതാണ്? പഠന നേട്ടം അളക്കാനുള്ള ടെസ്റ്റ് നിദാന ശോധകം, ബുദ്ധിമാപിനി, മാനകീകൃത ശോധകം. ഏതാണ് പരിഹാര ബോധനത്തിനായിട്ട് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, നിദാന ശോധകം. നിദാന ശോധകം. അടുത്ത ചോദ്യം, പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏതാണ്? പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി: ത്വരിത പഠനം, അനുകൂലനം നടത്തിയ പാഠ്യപദ്ധതി, കഴിവിനൊത്ത വർഗീകരണം, പരിഹാരബോധം. അപ്പൊ ഈ കാര്യത്തില് പ്രതിപാദനായ ഒരു കുട്ടിക്ക് പരിഹാരബോധം അതാണ് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി. ത്വരിത പഠനവും അനുകൂലനം പാഠ്യപദ്ധതിയും കഴിവിനൊത്ത വർഗീകരണവും ഒക്കെ പ്രതിപാദനായ ഒരു കുട്ടിക്ക് നിർദ്ദേശിക്കും, പക്ഷെ പരിഹാരബോധം അതിൽ പെടുന്നില്ല. നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി. നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? കുട്ടിക്ക് യാഥാർത്ഥ്യ അധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക, ഗൈഡൻസ് നൽകുക, അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക, ഇടയ്ക്കിടെ പഠന നേട്ടം സംബന്ധിച്ച പരീക്ഷകൾ നടത്തുക. ഇതിൽ ഏത് ചെയ്താലാണ് കുട്ടികൾക്ക് എന്തെങ്കിലും അവരാഗ്രഹിക്കുന്ന നേടാനുള്ള ഒരു അഭിപ്രേരണ ഉണ്ടാവുക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കുട്ടിക്ക് യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായ അതാണ് യാഥാർത്ഥ്യ അധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ച് കൊടുക്കുക എന്നാണ് ആൻസർ വരുന്നത്. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റു വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവയൊക്കെ പഠിക്കാനായിട്ട് അനുയോജ്യമായ മനഃശാസ്ത്ര രീതി ഏതാണ്? പ്രക്ഷേപണ രീതി, സാമൂഹിക രീതി, നിരീക്ഷണ രീതി, ഫീൽഡ് സ്റ്റഡി. അത് സാമൂഹിക രീതിയാണ് വരുന്നത്, സാമൂഹിക രീതി. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതി ഏതാണ്? ആദ്യത്തേത് റോഷാക്ക്-ഇൻഗ്ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഐസൻസ് പേഴ്സണാലിറ്റി ഇൻവെന്ററി. ഇതിലേതാണ് പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതി? ഓപ്ഷൻ ഡി ആണ് ഇതിൽ വരുന്ന കറക്റ്റ് ആൻസർ. പ്രക്ഷേപണ തന്ത്രം അതിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. റോഷാക്ക്, തീമാറ്റിക്, വേർഡ് അസോസിയേഷൻ.
ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തമാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഈ ചോദ്യങ്ങൾ. കൂടുതലും കേട്ടറ്റിനാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ്. ഇവിടെ S2G എന്നൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനറൽ ഇന്റലിജൻസ് ആണോ? ഇതിലെല്ലാം ജി ഉണ്ട്. ഫസ്റ്റ് വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ജി ആണല്ലേ. ജനറൽ ഇന്റലിജൻസ്, ഗ്ലോബൽ ഇന്റലിജൻസ്, ജെൻഡർ ഇന്റലിജൻസ്, സ്പെസിഫിക് ഇന്റലിജൻസ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഈ ജി പറയുന്നത്? ജനറൽ ഇന്റലിജൻസ് ആണ്. അപ്പോൾ ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തം, ആ ദ്വിഘടക സിദ്ധാന്തത്തിൽ ജി എന്താണ്? ജനറൽ ഇന്റലിജൻസ് ആണ്. താഴെ പറയുന്നവയിൽ പ്രാഥമിക പ്രബലകം അല്ലാത്തത് ഏത്? പ്രാഥമിക പ്രബലകം അല്ലാത്തത് ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത്, ഒരു പട്ടിയെ തലോടുന്നത്, ഒരു ഗ്ലാസ് കുടിവെള്ളം നൽകുന്നത്, ഒരു മിഠായി നൽകുന്നത്. ഇതില് പ്രാഥമിക പ്രബലകം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത്. സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ. സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ. അതിനെന്താണ് പറയുന്നത്? കൺസർവേഷൻ, അഹം കേന്ദ്രീകൃതം, വസ്തുസ്ഥൈര്യം, ഇറിവേഴ്സിബിലിറ്റി. ഇതിലേതാണ് ആൻസർ വരുന്നത്? അഹം കേന്ദ്രീകൃതം, അതായത് സ്വന്തം കണ്ണിലൂടെ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. അഹം എന്ന് വെച്ചാൽ സ്വയം എന്നാണല്ലോ. അഹം കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ സ്വന്തം അല്ലെങ്കിൽ സ്വന്തമായി കേന്ദ്രീകൃതമാണ്. മറ്റുള്ളവരുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാൻ സാധിക്കില്ല. ഒരു വ്യക്തിയുടെ സാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേത്? ഒരു വ്യക്തിയുടെ സാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേതാണെന്നാണ് ചോദ്യം. എറിക് എറിസൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, കോൾബർഗ്, ഹാവിഗസ്റ്റ്. ആരുടേതാണ് സാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം? ആരുടേതാണ്? എറിക് എറിസന്റേതാണ്. എറിക്സൺ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നോട്ടിലും എറിക്സൺ അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിച്ചിരുന്നു. താഴെ പറയുന്നവരിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത് പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, ലെവിൻ. ആരാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവ്? ബ്രൂണർ ആണ്. ആരാണ്? ബ്രൂണർ. ഗാർഡനറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി കൂടുതലുള്ളത്? ഗാർഡനറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി കൂടുതലുള്ളത്? അത്ലറ്റുകൾക്ക്, കലാകാരന്മാർക്ക്, മനഃശാസ്ത്രജ്ഞന്മാർക്ക്, നേതാക്കൾക്ക്. ആർക്കാണ് കൂടുതലുള്ളത്? കലാകാരന്മാർക്കാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി കൂടുതലായിട്ട് ഉള്ളത്. ഗാർഡനറുടെ അഭിപ്രായത്തിലാണ്. മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത്? മനോവിശ്ലേഷണ സിദ്ധാന്തം അതുപ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? തെറ്റായ പഠനം, പ്രതിരോധ തന്ത്രങ്ങൾ, സ്വപ്നം കാണുന്നത്, ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത്. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി. ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോ, ഓപ്പറൻ കണ്ടീഷനിങ് സ്കിന്നർ, ആശയ പഠനം ബ്രൂണർ, നിരീക്ഷണ പഠനം തോണ്ടൈക്ക്. ഇതിലേതാണ് വരുന്നത്? നിരീക്ഷണ പഠനം തോണ്ടൈക്ക് ആണ്. ഇത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി ആശയ പഠനം ബ്രൂണർ കറക്റ്റ് ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് പഠിച്ചു വയ്ക്കുക സ്കിന്നർ, ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റും ഒക്കെ നമ്മൾ വിശദമായിട്ട് നോട്ടിൽ തന്നിരുന്നു. അപ്പോൾ അതൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.